പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. പതിവില്ലാതെ ഇന്ന് 4 പേരാണ് നമുക്ക് നേച്ചർ ലൈഫ് ടി വിയുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. വിളയോടി രമേശ് വിളയോടി പ്രകൃതി ചികിത്സാ പ്രചരണം തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ നന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോഴുള്ളത് പാലക്കാട് ചിറ്റൂരിനടുത്തുള്ള വിളയോടി സദ്ഗുരു യോഗാശ്രമത്തിലാണ്. ആശ്രമത്തിൻ്റെ 55ാമത്തെ വാർഷികം. ഇവിടെ ബ്രഹ്മശ്രീ മണിയേട്ടനുണ്ടായിരുന്നു, ഒരു ഗൃഹസ്ഥാശ്രമിയായ സന്യാസി. 100 കണക്കിന് ചെറുപ്പക്കാരെയാണ് ദുശീലങ്ങളിൽ നിന്ന് മാറ്റി യോഗയിലേക്കും പ്രകൃതി ജീവനത്തിലേക്കും അദ്ദേഹം കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ സ്മരണ കൂടെ ഈ ദിവസം ഇവിടെ ആചരിക്കുകയുണ്ടായി. അവിടെ വച്ചാണ് ഉണ്ണികൃഷ്ണനെയും രജിതയെയും ഞാൻ വീണ്ടും കണ്ടത്. അവർ കണ്ണാടി സ്വദേശികളാണ്. രമേശ് വിളയോടിയാണ് അവരെ പ്രകൃതി ജീവനത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആദ്യം തന്നെ രമേശിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ഉണ്ണികൃഷ്ണനെയും രജിതയെയും രമേശ് കാണുന്നൊരവസ്ഥ എന്തായിരുന്നു? നമസ്കാരം, എൻ്റെ പേര് രമേശനാണ്. പാലക്കാട് ചിറ്റൂർ വിളയോടിയിലാണ്. സദ്ഗുരു യോഗ മണിയേട്ടൻ്റെ ശിഷ്യനാണ്. ജേക്കബ് സാറും ഞങ്ങളും വർഷങ്ങളായിട്ട് ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ വളരെയധികം നാച്ചുറോപ്പതി എന്താണ് എല്ലാവർക്കും എത്തിക്കുകയും ശുചിത മാസികനെ എല്ലാവരും പങ്കുവയ്ക്കുകയും സാറിൻ്റെ യൂട്യൂബ് ചാനലുകൾ എല്ലാ മീഡിയകളിലും എന്നെക്കൊണ്ടാവുന്ന കുറേ ഗ്രൂപ്പുകളിൽ എല്ലാവരും ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ഞാനും നാച്ചുറോപ്പതിയിലും വിത്ത് ഒക്കെ പിന്നെ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ കണ്ണാടിയിലുള്ള ഇവരുടെ ഫ്രണ്ടുമാർ മണിയേട്ടൻ ആശ്രമത്തിലെ ശിഷ്യനാണ്. അവരും ഇവിടെ വന്നപ്പോൾ എന്നെ പരിചയപ്പെടാനും എന്നെ ചികിത്സയ്ക്ക് ആവശ്യപ്പെടുകയും ചെയ്തു. അവർക്കുണ്ടായ രോഗകാരണങ്ങളും മറ്റുള്ള പറഞ്ഞപ്പോൾ എനിക്ക് നാച്ചുറോപ്പതി കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞാൽ വലിയ ഒരു സമ്പത്ത് തന്നെയാണ്. അത് എത്ര ദിവസം പറഞ്ഞാലും തീരില്ല എന്നുള്ളൊരവസ്ഥയിലാണ്. എന്താ വെച്ചാൽ അത്രയും ഞാൻ അനുഭവം സാറിൽ നിന്ന് എല്ലാ പ്രഭാഷണങ്ങളും മണ്ണാർക്കാട് നാച്ചുറൽ ഹോസ്പിറ്റലും വെട്ടിക്കോട് തൃശ്ശൂർ എവിടെയൊക്കെ സാറിൻ്റെ പ്രഭാഷണം അവിടെയൊക്കെ എത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ നിന്ന് അനുഭവങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തു. അതുപോലെ അവർ ഫോളോ ചെയ്തു. വളരെ നല്ല മാറ്റങ്ങൾ കിട്ടി. പെട്ടെന്നാണ് അവർക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഉടനെ ഓപ്പറേഷൻ പറഞ്ഞു. ഓപ്പറേഷൻ ഡേറ്റ് അടക്കം ബുക്ക് ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞു എവിടെയും പോകുന്നുണ്ട, നേരെ നാച്ചുറൽ ലൈഫ് ഹോസ്പിറ്റലിൽ പോയി ഒരു 10 ദിവസം അവിടെ ഫോളോ ചെയ്തിട്ട് അതുപോലെ ഭക്ഷണം ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ മിറാക്കിൾസ് ആയിരിക്കും. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. കത്തിവെക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ തിരിച്ചു കിട്ടില്ല എന്നൊക്കെ ഒരുപാട് അവയർനെസ് കൊടുത്ത് സാറിൻ്റെ കിട്ടിയ അനുഭവങ്ങൾ തന്നെയാണ് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത്. എന്താ വെച്ചാൽ സാറിൻ്റെ എല്ലാ മാസം 6-ാം തീയതി മണ്ണാർക്കാട് ഹോസ്പിറ്റലിലുള്ള ആ പ്രഭാഷണങ്ങൾ ഞങ്ങളെല്ലാവരും ചിറ്റൂരിൽ തന്നെ ഒരു ടീമായിട്ട് അവിടെ പോകാറുണ്ട്. വർഷങ്ങളായിട്ട് അവിടെ സാറിൻ്റെ ഇപ്പോഴും യൂട്യൂബ് ചാനലുകളും എൻ്റെ നിറയെ ക്ലയൻറ്റുകൾക്ക് ഞാൻ എല്ലാം അതാണ്. അവർക്ക് മലയാളം അറിയില്ല, ഞാൻ തമിഴ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്ത് അവന് അവയർനെസ് കൊടുത്ത് നിറയെ ക്ലയൻറ്റുകളിനെ നമുക്ക് നാച്ചുറോപ്പതിയിലൂടെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അതിന് ഞാൻ ഗുരുവിൻ്റെ സ്റ്റാൻഡിന് ജേക്കബ് വടക്കൻ സാറിനെ എപ്പോഴും ഞാൻ സ്മരിക്കും. ഒരു ദിവസം സ്മരിക്കാത്ത അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും സാറിൻ്റെ വാക്ക് പറയാത്ത ദിവസം ഉണ്ടാവില്ല. എന്താ വെച്ചാൽ എനിക്കും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയത് സാറിൻ്റെ ക്ലാസ്സല്ല സാറിൻ്റെ കൂടെ നടന്നതിനുള്ള വലിയൊരു മാറ്റം തന്നെയാണ്. അപ്പോൾ സർവേശ്വരൻ ഇനിയും സാറിന് ദീർഘായുസ്സ് ഓർത്ത് നിറയെ പേരിൽ എത്തിക്കണമെന്നും കണ്ണേട്ടനും ചേച്ചിക്കുണ്ടായ അനുഭവങ്ങൾ അതിൻ്റെ ഒരു ഞാൻ നിമിത്തം എന്നുള്ളൂ. എന്താ വെച്ചാൽ അവിടെ പോയി ചികിത്സിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരത് ഉൾക്കൊള്ളും. എന്താ വെച്ചാൽ അവർ ഭാര്യ ഭർത്താക്കാൻ, പക്ഷേ അവർ രണ്ടുപേരും കൃത്യമായിട്ട് അത് ഫോളോ ചെയ്തതാണ് വലിയൊരു സത്യം. എൻ്റെ വാക്കിനെ വിശ്വസിച്ച് അവരവിടെ എത്തി. ആ കൃത്യസമയത്ത് അവിടെ എത്തിയതുകൊണ്ട് ഇന്ന് അവർ വളരെയധികം സന്തോഷവും സുഖത്തോടെ ഇരിക്കുകയാണ്. അവരുടെ അനുഭവം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. എൻ്റെ എല്ലാവർക്കും എന്താ വെച്ചാൽ ആ പ്രോബ്ലം എന്താണ് ആ ചേച്ചി തന്നെ പറയും, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. അതെല്ലാവർക്കും ഒരു മാതൃകയാണ്. എന്താ വെച്ചാൽ കത്തിവെക്കണതുകൊണ്ട് മാത്രം അസുഖം മാറുന്നതല്ല, പ്രകൃതിയിലൂടെ ഭക്ഷണ രീതിയിലൂടെ അസുഖങ്ങൾ മാറ്റാൻ പറ്റുന്ന തെളിയിച്ച ഒരു അനുഭവമാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ചേച്ചി പറയാൻ പോകുന്നത്. നമസ്തേ, എൻ്റെ പേര് രജിത ഉണ്ണികൃഷ്ണൻ എന്നാണ്. കണ്ണാടിയിലാണ് വീട്. കുറേ അസുഖങ്ങളുണ്ടായിരുന്നു, ഒന്നിലധികം അസുഖങ്ങളുണ്ടായിരുന്നു. ഡയബറ്റിക്കാണ്, ഫാറ്റി ലിവർ ഉണ്ട്, ഫൈബ്രോയിഡ് ഉണ്ട്, ഡിസ്ക് ബൾജാണ്, ബൾക്കി യൂട്രസ് ആണ്. അങ്ങനെ നിരവധി അസുഖങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ നടക്കാൻ പോലും നീർക്കെട്ട് കൊണ്ട് നടക്കാൻ പോലും ബുദ്ധിമുട്ടായി.
ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ് 5 ദിവസം ചെയ്തിട്ട് മാറാതിരുന്നതാണ്. ഏട്ടൻ മുഖാന്തരമാണ് രമേശ് ജിയെ വിളിച്ചു കൊണ്ടുവന്ന് തൊടുമർമ്മ ചികിത്സ ചെയ്ത് ഞാൻ അതിൽ നിന്ന് കരകയറിയത്. പിന്നീട് ആണ് എനിക്ക് എപ്പോഴും യൂട്രസിൻ്റെ പ്രശ്നമുണ്ട്, ഫൈബ്രോയിഡാണ്, വലിയതാണ്. അപ്പോൾ ഓപ്പൺ സർജറി തന്നെ വേണം പറഞ്ഞു, കീ ഹോള് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും പറയായിരുന്നു, രമേശ് ജി പറയായിരുന്നു, അവയവങ്ങൾ മുറിച്ച് മാറ്റേണ്ടതായിട്ടൊന്നുമേ ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് പലപ്പോഴും വിളിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഏട്ടൻ തന്നെ എന്ത് ചെയ്തു വെച്ചാൽ എൻ്റെ ഇതിൽ പ്രകാരം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് അഡ്മിറ്റ് ആവുകയും ചെയ്തു. മെഡിക്കൽ കോളേജിൽ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. ആ അഡ്മിറ്റായിട്ട് എനിക്ക് ഇനി 4 ദിവസമുണ്ട് സർജറി ഡേറ്റ്. സർജറി ഫിക്സ് ചെയ്തു. പക്ഷേ ആ ഡേറ്റിന് ഒരു ക്യാൻസർ പേഷ്യൻ്റ് നല്ലോണം പെയിൻ എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഡേറ്റിന് അവരെ ഒന്ന് ചെയ്തോട്ടെ, എൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ എന്ന് ഞാൻ ഏട്ടനെ വിളിച്ച് ചോദിച്ചു. ഏട്ടൻ വീട്ടിലാണ്, ഞാനും മോനോണ് പോയിട്ട് അഡ്മിറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, സന്തോഷം, നീ തിരിച്ചു വരുമോ, അവിടെ നിൽക്കേണ്ട, 4 ദിവസം അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, അപ്പോൾ തിരിച്ചു വരാൻ പറഞ്ഞു. ഞാൻ വരുന്ന സമയം കൊണ്ട്, മെഡിക്കൽ കോളേജിൽ നിന്ന് കണ്ണാടിയിൽ എത്തുന്ന സമയം കൊണ്ട് ഏട്ടൻ ആ പ്ലാൻ മൊത്തം മാറ്റി. ഇനി ഈ ഒരു 4 മണിക്കൂർ കൊണ്ട് ഞാൻ അനുഭവിച്ച മനോവിഷമം അത് വലുതാണ്. അതുകൊണ്ട് തന്നെ നീ ഇനി ഈ ചികിത്സ ഫോളോ ചെയ്യണ്ട, ഞാൻ എല്ലാം സെറ്റാക്കാമെന്ന് പറഞ്ഞ് രമേശ് ജീനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി എന്നെ കോടന്നൂർക്ക് 14 ദിവസത്തേക്ക് ക്യാമ്പിന് അയക്കുകയായിരുന്നു. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഈ 14 ദിവസം പിരിഞ്ഞിരുന്നത് തന്നെ. അതും കൂടെ പിരിഞ്ഞിരിക്കാറില്ല. ഇങ്ങനെ ഹിമാലയം പോയിട്ടുണ്ട്, ആ സമയത്തൊരു പിരിഞ്ഞിരുന്നു. അതല്ലാതെ ലൈഫിൽ ഞങ്ങൾ അങ്ങോട്ട് ഗൃഹസ്ഥാശ്രമി തന്നെയാണ്. എല്ലാ യോഗയും എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്, ധ്യാനം, മെഡിറ്റേഷൻ, പ്രാണായാമം എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാം ഇല്ല, ചെറുതായി കയറി എൻട്രി വെച്ചിട്ടുണ്ട്. ഞാൻ വിവാഹം നിശ്ചയം കഴിഞ്ഞ ഉടനെ വെജിറ്റേറിയനായി. അത് ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ്. ഇന്നേ വരെ അത് നോൺ കഴിക്കണമെന്ന് തോന്നിയിട്ടേ ഇല്ല, അറിയാതെ പോലും കഴിച്ചിട്ടില്ല. അതെൻ്റെ ജീവിതത്തിൽ വലിയ സക്സസ് ആണ്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല എങ്ങനെ എനിക്ക് മാറാൻ പറ്റുന്നു. ഞാൻ ഇവരോടൊപ്പം ജീവിക്കാൻ, ഇവരൊരു സസ്യാഹാരി ആണല്ലോ. ഇല്ല, ഓന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. വിവാഹത്തിന് നിശ്ചയം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ നിർത്തി, അറിഞ്ഞപ്പോ നിർത്തി. ഇവരോടൊന്നും ചോദിച്ചില്ല. ഒരു ബക്രീദ് ദിവസം എല്ലാ നോണും വലിച്ചു വാരി കഴിച്ചു. ഞാനൊരു സ്കൂൾ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ആ ടീച്ചറുടെ വീട്ടിൽ പോയിട്ട് എല്ലാം കഴിച്ചു കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ ചെറിയ ലാൻഡ് ഫോണുകളിലൂടെ സംസാരിക്കുക. അപ്പോൾ ഫോണിൽ വിളിച്ച് ഇവരെ സംസാരിച്ചപ്പോൾ ഞാൻ സസ്യാഹാരിയാണ് കേട്ടോ, ഇതൊരു വാക്കേ പറഞ്ഞുള്ളൂ. പക്ഷെ അന്നത്തെ ദിവസം രാത്രി ഞാൻ തീരുമാനമെടുത്തു, ഒരു വണ്ടിയിൽ 2 കാള ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ 2 കാളയും 2 ദിശയ്ക്ക് വലിച്ച് വണ്ടി മൂവ് ചെയ്യാൻ പറ്റാത്തൊരു ആ സീൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ അന്ന് തീരുമാനിച്ചു, എൻ്റെ ഈ ലൈഫ് രണ്ട് രീതിക്ക് പോണു, സ്റ്റോപ്പ് ചെയ്യണം, ഞാനാണ് ഇവിടെ മാറേണ്ടത്. ഇവരെ മാറ്റാൻ പറ്റില്ല, കാരണം ഇവർ സ്ട്രൈറ്റ് റൂട്ടിലാണ്, ഞാനാണ് തെറ്റായ റൂട്ടില്. അപ്പോൾ ഞാനാണ് ശരിയാവേണ്ടത്. അങ്ങനെ ഞാൻ അന്ന് ഡിസിഷൻ എടുത്തു. എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും നോൺ ഉണ്ടാവും, എല്ലാ ദിവസവും ഉണ്ടാവും. അങ്ങനെ ഞാൻ തീരുമാനമെടുത്ത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ സക്സസ് ആക്കിയ ഒരു വിഷയം അതാണ്. അപ്പൊ ഇനി എനിക്ക് തീരുമാനം എടുത്താൽ ഉറക്കാൻ പറ്റുന്ന ഞാൻ ഇപ്പോൾ തീരുമാനിച്ചു. അങ്ങനെയാണ് നേച്ചർ ലൈഫിലേക്ക് 14 ദിവസം കോടന്നൂർ സ്റ്റേ ചെയ്തത്. സാറെ കണ്ടു, സംസാരിച്ചു, ഓക്കെ പറഞ്ഞു. ഞങ്ങള് ബസ്സിൽ കയറി എനിക്ക് ഫസ്റ്റ് സീറ്റ് തരും. അപ്പോ എന്നോടുള്ള ബഹുമാനം കൊണ്ടല്ല, ഞാനൊരു പ്രഗ്നന്റ് ലേഡി ആണെന്ന് ധരിക്കും. അപ്പോ ഇപ്പൊ അതൊന്നുമില്ല. 14 ദിവസം എന്നിൽ വലിയ പരിവർത്തനമായിരുന്നു. പ്രകൃതി ജീവനത്തിലേക്ക് കോടന്നൂർ വലിയ മാറ്റങ്ങളായിരുന്നു. അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് പറയാം. അന്നത്തെ ഓരോ ദിവസവും കൃത്യം 3:20 എണീക്കും. ഞാൻ ഇവർക്കൊരു വോയിസ് ഇടും. ഞാൻ എണീറ്റു,
എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം ഞാൻ നേരെ കയറി ബെഡിലിരുന്നു. തന്നെ ഈശ്വരനാമം വന്നു. ഞാൻ ഓംകാരം ചൊല്ലാൻ തുടങ്ങി. ഏട്ടനോട് എത്ര ചൊല്ലി? 100 എന്ന് പറഞ്ഞു. 100 അതിൽ കൂടുതലാണ് പറഞ്ഞു. 108 തവണ ചൊല്ലൂ, നിനക്കറിയാലോ, എന്തേ 8 വിട്ടുപോയേ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം 108 തവണ ചൊല്ലി. പിന്നെയും സമയമുണ്ട്, പിന്നെയും കണ്ണടച്ച് ഇരിക്കും. എൻ്റെ രോഗശാന്തി ഞാൻ ദിവസം ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഇമാജിനേഷൻ ചെയ്യും. ഞാൻ രോഗമുക്തിയാകുന്നു, ഞാൻ ആരോഗ്യവതിയാകുന്നു. ആ ചിന്തകൾ തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. പിന്നെ അവിടുത്തെ അനുഭവം വളരെ വലുതാണ്. കാരണം എണീക്കണു, നമ്മൾ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യണു, ഐസ് വാഷ്, നോസ് വാഷ്, തോട്ട് വാഷ്, അതൊക്കെ കഴിയുമ്പോഴേ ഭയങ്കര ഒരു ഫ്രഷാണ്. ഷുഗർ ഇങ്ങനെ ദിവസം നോക്കുമ്പോൾ കുറഞ്ഞു വരുന്നു. 240 ഉണ്ടായിരുന്നു വിത്ത് മെഡിസിൻ. 4 വർഷത്തോളം. 240 ഷുഗർ 4 വർഷത്തോളം കൂടും കുറയും അങ്ങനെയായിരുന്നു. മരുന്നും കൂടും കുറയും അങ്ങനെയായിരുന്നു. ദിവസം കുറഞ്ഞ് ഒരു 5 ദിവസം 6 ദിവസം ആകുമ്പോഴേക്കും നോർമലായി. 5 ദിവസം 6 ദിവസം കൊണ്ട് ഷുഗർ നോർമലായി. ഞാൻ പ്രകൃതി ചികിത്സയിൽ നോർമലായി. അപ്പോൾ അതന്നെ എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. വയറൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വേദനയും കിടക്കാനും ഇരിക്കാനും എണിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ഇല്ല, അതിൽ നിന്നൊക്കെ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ബാത്തിങ് 2 ടൈപ്പ് ഉണ്ടായിരുന്നു. ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലുള്ള ബാത്തിങ് ഉണ്ടായിരുന്നു. ഹിബ് ബാത്തിങ് ഉണ്ടായിരുന്നു. പിന്നെ നല്ലോണം ചൂടാക്കുക, അങ്ങനെ 2 മാറി ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ. പിന്നെ നല്ലതായിരുന്നു. നല്ല വാക്കിംഗ് ഉണ്ടായിരുന്നു, യോഗ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നിട്ട് ഞാൻ തിരിച്ചു വരാൻ ഇവർ വെയിറ്റ് ചെയ്യാണ്. എന്നെ കാണാൻ ആ 14 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവർ ഒരു തവണ അവിടെ വന്ന് കണ്ടു. വളരെ സന്തോഷമായിരുന്നു. പിന്നെ 14 ദിവസം കഴിഞ്ഞ് എന്നെ വിളിക്കാൻ വന്നു, വീട്ടിൽ വന്നു. ഭയങ്കര സന്തോഷത്തോടെ ഇരുന്നു. ഞാൻ വന്നതും ഇവരും കൂടെ അത് ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ 20 കിലോ അരി മേടിച്ചിട്ട് ഒരു 40 ദിവസം എത്തണമെങ്കിൽ ഇത് ഇപ്പൊ 80 ദിവസം എത്തും. കാരണം നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കണം എന്നില്ല. ഒരു പിടി ചോറ് അത്ര ഇപ്പൊ ഇവര് കഴിക്കണല്ലോ. പിള്ളേരും അത് തന്നെയാണ്. പിള്ളേരും മാറി. ഇപ്പൊ ഞാൻ നാച്ചുറൽ ലൈഫ് ഫോളോ ചെയ്തിട്ട് 120 ദിവസം കഴിഞ്ഞു. 4 മാസമായി. ഈ 4 മാസം ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ വീടിനും നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്. നമുക്ക് എന്ത് ജോലി ചെയ്യാൻ ഒരു മനസ്സൊരു തയ്യാറുണ്ട്. ക്ഷീണവും തളർച്ചയൊന്നുമില്ല. ഞാൻ അവിടെ ഫാസ്റ്റിംഗ് 5 ദിവസം ഇരുന്നു. 3 ദിവസത്തെ ഇളനീര് ഫാസ്റ്റിങ്ങും മുമ്പും പിമ്പും. സാർക്കറിയാലോ, അവിടെ കുക്കുംബർ ജ്യൂസും പപ്പായ ജ്യൂസും മാത്രം തന്നിട്ട് 2 ദിവസം ഇരുത്തും. നടുവിൽ 3 ദിവസം ഇളനീർ ഫാസ്റ്റിങ്. ഒരിക്കലും എന്നെ കൊണ്ട് കഴിയുമെന്ന് വിചാരിച്ചില്ല. കാരണം നമ്മളൊരു ഏകാദശി എടുക്കുമ്പോൾ അരിഭക്ഷണം മാത്രം ഒഴിവാക്കും, ബാക്കിയെല്ലാം കഴിക്കും. ഞാനൊന്ന് ഏകാദശിയാണ് അങ്ങനെ പറയായിരുന്നു. അങ്ങനെയുള്ള വീട് അന്തരീക്ഷം മാറി. അതായത് അടുക്കളയുടെ അന്തരീക്ഷം മാറി. കൂടുതൽ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ സാലഡ് ഉൾപ്പെടുത്തും. തോരൻ നല്ലോണം വെക്കും. മുരിങ്ങയും ചീര ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കും. പിന്നെ അരി, അത് ഞാൻ പറഞ്ഞില്ല, അരിയുടെ ക്വാണ്ടിറ്റി 2 നാഴി അരി ഇടേണ്ടത് ഇപ്പോൾ 1 നാഴി അരിയേ ഇടുന്നുള്ളൂ. ഇവര് പോലും ഇത്രേ കഴിക്കുള്ളൂ. ഒരു കൈവെള്ളിയിൽ കൊള്ളുന്ന അത്ര ചോറ്. ശരിയാ. പരിഗണിക്കണം. അപ്പോ ഈ ഫൈബ്രോയിഡിന് എന്ത് സംഭവിച്ചു? ഇത്രയും വലിയ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നിട്ട് അതിനെന്ത് സംഭവിച്ചു? ചുരുങ്ങി നമ്മളിപ്പോ ടെസ്റ്റ് ചെയ്തു. അതില് വിധേയത്തിൽ, പാലക്കാട് വിധേയത്തിൽ ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ ഡോക്ടറെയൊന്നും കാണിച്ചില്ല. ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടറോട് ചോദിച്ചു മാറ്റമുണ്ടോ. പഴയ ലിസ്റ്റ് കൊണ്ട് കൊടുത്തു. അപ്പോൾ പറഞ്ഞു നല്ല മാറ്റം കാണുന്നുണ്ടല്ലോ പറഞ്ഞു. നമ്മൾ പിന്നെ റോസ് മേഡത്തിന് അയച്ചു കൊടുത്തു. ചേച്ചി നല്ല മാറ്റമാണ്, നിങ്ങളിത് ഫോളോ ചെയ്താൽ മതി.
ഫൈബ്രോയിഡ് അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന് രൂപഭേദം വന്നു തുടങ്ങി. 40% കുറഞ്ഞു. 40% കുറഞ്ഞു. ഫാറ്റി ലിവർ ഗ്രേഡ് 2 നിന്ന് ഗ്രേഡ് 1 കുറഞ്ഞു. ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, 2 ആയിരുന്നു ഗ്രേഡ്, അത് 1 കുറഞ്ഞു. പിന്നെ ഷുഗർ നോർമലാണ്, ആള് ഫ്രഷ് ആയി. നമസ്തേ, ഞാൻ ഉണ്ണികൃഷ്ണൻ, പല്ലശ്ശേനിയാണ്, താമസം കണ്ണാടിയാണ്. ഞങ്ങളൊരു 18 വർഷമായിട്ട് കണ്ണാടിയിലാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 1992 മുതലാണ് ഇവിടെ വെള്ളയോടി ആശ്രമത്തിൽ മണിയേട്ടൻ, യോഗാചാര്യൻ മണിയേട്ടൻ്റെ ശിഷ്യനായിട്ട് തുടങ്ങുന്നത്. ആ കാലഘട്ടങ്ങളിൽ ജേക്കബ് സാറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുമുണ്ട്, പിന്നെ പല ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു ആവശ്യം വന്നിട്ടില്ല. ഞാൻ കഴിയുന്നതും ഈ വെജിറ്റേറിയൻ ഭക്ഷണമാണ്, ഫ്രൂട്ട്സാണ് കൂടുതലും കഴിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്കൊരു ആവശ്യം വന്നില്ല. ഒരാവശ്യം വന്നപ്പോഴാണ് സാറിനെ കുറിച്ച് കുറച്ചുകൂടെ എനിക്ക് അടുക്കേണ്ട ഒരു ആവശ്യം വന്നത്. അത് രമേശിലൂടെയാണ്. രമേശ് മണിയേട്ടൻ്റെ ശിഷ്യനാണ്, ഞാനും ഒരേ ഗുരുവിൻ്റെ ശിഷ്യന്മാരായതുകൊണ്ട് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് വൈഫിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നപ്പോഴാണ് സാറിനെ ആധികാരികമായിട്ട് കുറച്ച് സംസാരിക്കാനും അതിനെക്കുറിച്ച് അറിയാനുള്ളൊരു അവസരം ഉണ്ടായത്. അതിൽ നല്ലൊരു പരിവർത്തനമാണ് വൈഫിലൂടെ വന്നത്. അതിപ്പോൾ വൈഫിൻ്റെ രോഗങ്ങൾക്കൊക്കെ നല്ലൊരു ശമനം ഉണ്ടായി. അതിനോടൊപ്പം തന്നെ വീടാന്തരീക്ഷങ്ങൾ നല്ല രീതിയിലുള്ള മാറ്റമാണ്. പിന്നെ ഞാൻ പരിപൂർണമായ കുറച്ച് ചോറൊക്കെ കഴിക്കുമെങ്കിലും പിന്നെ വേവിച്ച ഭക്ഷണങ്ങളൊക്കെ കുറച്ച് കഴിക്കുമായിരുന്നു. അത് 50% ആയി മാറി. വെയിറ്റ് വന്നിട്ട് ഒരു 5-6 കിലോ 6-7 കിലോ തന്നെ കുറഞ്ഞു എന്ന് പറയപ്പോൾ നല്ല രീതിയിൽ. പിന്നെ പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ ബ്യൂട്ടിയാണ്. പിന്നെ വെളയോടി മണിയേട്ടനിലൂടെ ഞാൻ സിദ്ധവിദ്യ പ്രാണായാമം ചെയ്യുന്ന ആളാണ്, യോഗ ചെയ്യുന്ന ആളാണ്. പിന്നെ രാജാചാര്യയിൽ നിന്ന് വേദപഠനമൊക്കെ ഉപാസന ചെയ്ത് വേദം അഗ്നിഹോത്രം സന്ധ്യാവന്തനം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലുപരി ഇപ്പോൾ നാച്ചുറോപ്പതി ജേക്കബ് സാറിലൂടെ നാച്ചുറോപ്പതിയും കൂടെ ആയപ്പോൾ വളരെ 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 വ്യാഖ്യാനിക്കാൻ പറ്റുന്നതിനപ്പുറം നല്ല ഒരു മാറ്റവും വീടാന്തരീക്ഷം ഐശ്വര്യപൂർണ്ണമായി കുറച്ച് ഓടുന്ന വണ്ടിക്ക് ഒരു ഉന്തലെന്ന് പറഞ്ഞ മാതിരി വളരെ നല്ല സപ്പോർട്ടായി തന്നെ പറയാൻ പറ്റും. നെയ്യടിയിൽ അപ്പം കേടാവരാത്ത രീതിയിലുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടിയത്. വളരെ നല്ല രീതിയിലുള്ളൊരു പ്രോഗ്രസ്സാണ് കിട്ടിയത്. നാട്ടില് വേദം പഠിക്കുന്നവരുണ്ട്, ആത്മീയ ജീവിതം എന്ന് കരുതുന്നവരുണ്ട്, ധ്യാനിക്കുന്നവരുണ്ട്, യോഗക്കാരുണ്ട്, അസുഖത്തിന് ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ട് ഒരു സ്പിരിച്വൽ ലൈഫ് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എന്താ തോന്നുന്നത്? സത്യമാണ്. അതായത് ഞാനിത് ഈ സമയം വരെ ഞാൻ മെഡിസിൻ കഴിച്ചിട്ടില്ല. മണിയേട്ടൻ എന്ത് പറയുന്നു അത് പ്രകാരം ഞാൻ അനുഷ്ഠിച്ചു വന്നു. ഇന്ന് ഇതുവരെ എനിക്ക് ഒരു രോഗവുമില്ല. കുറച്ചുകൂടെ പ്രകൃതി ജീവനത്തിൻ്റെ നിഷ്ഠകളിലേക്ക് വന്നപ്പോൾ എന്താണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് മാറിയത്? നല്ല പവറാണ്. അതായത് ഉത്സവക്കുറവ് എന്നുള്ളൊരു സംഗതിയില്ല. അതല്ല, എനർജറ്റിക്കാണ്. ഞാനൊരു 10 കൊല്ലം ബാക്കിലേക്ക് അതെ 10 വർഷം ഏജ് കുറഞ്ഞു എന്ന് തന്നെ പറയാം. അത്ര പവറാണ്. പിന്നെ അതേമാതിരി തന്നെ ഞാനൊരു ബിസിനസ്സുകാരനാണ്. നല്ല തോട്ടാണ് വരുന്നത്, പുതിയ തിങ്കിങ് ആണ്, നല്ല ഐഡിയാസ് വരുന്നുണ്ട്, നല്ല എനർജിയാണ്. അതായത് ഒരു നാണയത്തിൻ്റെ ഒരു വശമായ ഈ സംഭവം നമ്മുടെ ഭൗതിക ലൈഫും ക്ലബ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും വിചാരിച്ചതൊക്കെ നടക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ബിസിനസ്സുകാരൻ വിചാരിച്ചത് നമ്മൾ തിങ്ക് ചെയ്യുന്നത് നടത്തിക്കൊണ്ടുവരാം. അത് ശരിയായ അല്ല, യോഗയും പിന്നെ പ്രകൃതി ജീവനത്തിന്റെ ഭക്ഷണ രീതികളും നേരത്തെ വരുമ്പോൾ മനുഷ്യന്റെ മനസ്സിന്റെ കഴിവ് പൂർണ്ണമായിട്ട് നമുക്ക് അതെ നടക്കുമെന്നുള്ള കാര്യത്തിൽ അത് പറയുന്നതിന്റെ എത്രയോ മടങ്ങാണ് സംഗതി. അത് ലൈവായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളിങ്ങനെ പറഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല അതെന്താ ചെയ്യുക. അതെ ഇതെന്താ നമ്മൾ ആഗ്രഹിച്ചത്, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഇത് നമ്മുടെ ഈ പഞ്ചഭൂത ശരീരമായ അത് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. ചില ആഗ്രഹങ്ങൾ നടക്കുന്നു. ഇത് അതിശയോക്തിയായിട്ട് തോന്നും, പക്ഷെ ഫാക്റ്റാണ്. അത് സാറിൻ്റെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ രമേശ് ഭായി ആണെങ്കിലും നമ്മുടെ കൂടപ്പുറപ്പുകളിലും മാതിരി എൻ്റെ അടുത്ത് അന്ന് നിർബന്ധമായിട്ടും വൈഫിനെ ഞാൻ ഇയാളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും എനിക്ക് എന്തൊരു മൂഡ് ഓഫ് ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പോൾ യാത്രയിലൊരു ഹെഡേക്ക് വന്നു, മെഡിസിൻ കഴിക്കാൻ ഇയാൾ പറയും നോർമലി ആസ് യൂഷ്വൽ. പക്ഷേ ഞാൻ ഒരു മെഡിസിൻ കഴിക്കാറില്ല. ഒന്ന് റെസ്റ്റ് ചെയ്യും. ജസ്റ്റ് റെസ്റ്റ് ചെയ്തതിന് ക്ലിയറായി, പ്രാണനിൽ ശ്രദ്ധ കൊടുത്തതിന് സംഗതി ക്ലിയറായി. ഇതില് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഉന്മേഷം എന്താണ്, സന്തോഷം എന്താണ്, ഇത് യോഗം വേണം. ഭാഗ്യം, അതായത് ഡെഡിക്കേഷൻ. ഭഗവാനും ഈ പ്രകൃതിയും ഈശ്വരനും ഇപ്പോൾ ഈ ഗുരുക്കന്മാരിനെയും ഇപ്പോൾ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഇപ്പോൾ ജേക്കബ് സാറിനെ ആണെങ്കിലും
ഇപ്പോൾ രമേഷ് ഭായി ഞങ്ങൾ മണിയേട്ടൻ്റെ ശിഷ്യന്മാരാണ്. പക്ഷെ ഞങ്ങൾ ക്ലോസായി പരിചയപ്പെടുന്ന ഈ അടുത്ത കാലത്തെ പറ്റിയെങ്കിലും ഇത് ഈശ്വര നിയോഗങ്ങളാണല്ലോ, അത് വളരെ വളരെ നല്ല രീതിയിലുള്ളൊരു ഗുണമാണ് ഉണ്ടായത്. ഇപ്പോൾ ഏതായാലും കുടുംബം രോഗങ്ങളില്ലാതെ ആനന്ദകരമായ കുടുംബാന്തരീക്ഷം. അതെ അതെ അതെ, പിള്ളേരും ഒക്കെ അതാണ് സത്യം. ഏതായാലും വളരെ വളരെ സന്തോഷമുണ്ട്. ഉണ്ണികൃഷ്ണനും രചിതയ്ക്കും അതേപോലെ അവരിതിലേക്ക് നയിച്ച അനേകരെ നയിച്ചുകൊണ്ടിരിക്കുന്ന രമേഷ് വിളയോടിക്കും നന്ദി, നമസ്കാരം.